പിന്നെ അവർ ഇപ്രാവശ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെങ്കിൽ ഇതൊരു ഭാഗ്യത്തിനാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് സ്കിസോഫ്രീനിയ രോഗിയെ ഒരു പരിധി വരെങ്കിലും മാറ്റാൻ പറ്റും. അതേപോലെ വേറൊരു പാർട്ടി വന്നു, ഒരു ലേഡി വന്നു സ്കിസോഫ്രീനിയ ആയിട്ട്. ഇവർ 9 ഗുളിക കഴിക്കുന്നത്, 1ഉം 2ഉം അല്ല, 9 എണ്ണമാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. 9 സ്കിസോഫ്രീനിയക്കുള്ള രോഗത്തിനുള്ള മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സൈക്കാട്രി മരുന്ന് 9 എണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൂ മച്ച്. മാക്സിമം ഒരു 3-4 ഇതൊക്കെയാണ് സാധാരണ. കൂട്ടി 9 എണ്ണം ആയത്. സ്കിസോഫ്രീനിയക്ക് മാത്രമല്ല ഇവര് ചെയ്യുന്നത്. ഇപ്പൊ ഈ എന്റെ ഒരു ഫ്രണ്ടിന്റെ മകനുണ്ട്, പുള്ളിക്കാരന് ചെറിയ രീതിയിൽ ബൈപ്പോളർ ആണെങ്കിൽ സീഷർ വരുവായിരുന്നു, ചെറിയ കുട്ടിയാ. അയാൾക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഇതുപോലെ കൊടുത്തിട്ട് അവസാനം എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ കൊടുത്തുകൂടാത്തൊരു മെഡിസിൻ കൊടുത്തു. എന്നിട്ട് അവര് പറഞ്ഞു ഇനി ഒരിക്കലും ഈ കുട്ടിക്ക് ഇത് വരില്ല. പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇപ്പോഴും തന്നെ പുള്ളിയുടെ ഇപ്പം വേറൊരു ആയുർവേദ ഡോക്ടർ വഴി മെഡിസിൻ കൊടുക്കുന്നത്. കാരണം പുള്ളിയുടെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ആയ അമോണിയ മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ആള് വന്നിരുന്നു ഇവിടെ, ഹി വാസ് ഇൻ ഖത്തർ, നല്ല വെൽ ടു ഡു ഫാമിലി എന്നുള്ളതാണ്. ഇങ്ങനെ മകന് 1 വയസ്സുള്ള സമയത്ത് ഏതോ പനി വന്നിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അയാളെ ഏതോ മരുന്ന് തെറ്റായിട്ട് കൊടുത്തു. ആ കുട്ടി ഇപ്പോൾ ആബ്സെന്റ് മൈൻഡഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കാൻ പോലും പറ്റുന്നില്ല. വേച്ച് ബാത്റൂമിലേക്കൊന്ന് പോകും. മനസ്സിലായോ? അച്ഛൻ അമ്മ ഇത് മാത്രമേ വായിൽ ആകെ വരുന്ന വാക്കുകളുള്ളൂ. വളരെയധികം പ്രശ്നത്തിൽ. ഞാൻ ഇന്നലെ രാഹുൽ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവർക്ക് ഫോൺ കൊടുത്ത് ഇവരെ കൊണ്ട് സംസാരിച്ചില്ല. മൺഡേ മറ്റേ ഒരു അപ്പോയിൻമെന്റ് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ CP നമ്മൾ പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പൊ CP ബാധിച്ച കുട്ടികളുണ്ട്, ആ കുട്ടികൾ വലിയ ആൾക്കാരുണ്ട്. അപ്പൊ അതില് നമ്മുടെ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിലെ ഒരു കുട്ടികൾക്ക് പാടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ വന്ന് പാടുന്ന ഒരാളിനെ പേര് പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് അവിടെ അറിയുന്ന കാര്യം പാടുക മാത്രമാണ്. പക്ഷെ സ്റ്റേജിൽ വന്ന് എപ്പോഴാണ് പാടണമെന്നില്ല. അതൊക്കെ അതിൽ അനുകൂലമായ അമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, മോനെ പാടൂ, അവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് മൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത. നോക്കൂ, നമ്മൾ ഈ ആബ്സെന്റ് മൈൻഡഡ് കുട്ടികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, അതിന് പുതിയൊരു പേരുണ്ടല്ലോ, മലയാളത്തിൽ പറയുന്നൊരു പുതിയ പേരുണ്ട്. എന്താ ഒരു വേർഡ് പറയുകയാണ്. എന്താണ് നമ്മളെ തോട്ടത്തിൽ ആബ്സെന്റ് മൈൻഡഡ് കുട്ടികൾ. ഈ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, എന്നാൽ ഒന്നിനും പറ്റാത്ത കുട്ടികളുമുണ്ട്. 2 ടൈപ്പ്. ഇതിന് ഒരു റെമഡി ഇല്ല, സയന്റിഫിക്കലി അതിനൊരു റെമഡി ഇല്ല. പിന്നെ ഈ നമ്മുടെ രാഹുൽ കാർത്തിക് ഒക്കെ പറയുന്ന പോലെ ഒരു സൊല്യൂഷൻ അവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പുതിയ ഓയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ. അദ്ദേഹത്തിന്റെ മരുന്ന് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു ക്ലയന്റിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് വ്യത്യാസം വന്നു. അറ്റ്ലീസ്റ്റ് ഓരോരോ വാക്കുകളായിട്ട് വർത്തമാനം പറയാൻ തുടങ്ങി. സംസാരിക്കാത്തൊരു കുട്ടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം അവര് സംസാരിക്കാൻ. അവിടെ നമ്മൾ പറഞ്ഞു തന്ന ഒരു സംഗതിയാണ് കർമ്മ, ദ പ്ലേ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദേർ, കർമ്മ ഈസ് ദേർ. നോക്കൂ, കർമ്മ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പറയാം. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്യും, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടോ, 3 പ്രാവശ്യം അവർ ഭർത്താവിനെ അവർ ഉപദ്രവിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ കർമ്മ കേസുകൾ ഒരുപാടുണ്ട് വരുന്നത്, മനസ്സിലായോ? ഇവരൊക്കെ എങ്ങനെയാണ് വന്ന് പെടുന്നത്, ഈ കർമ്മയുടെ പ്രശ്നത്തിൽ പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഹിപ്നോതെറാപ്പി കൂടെ നമുക്ക് ഒരു കർമ്മയുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മാറ്റാം. അതുപോലെയാണ് ഇപ്പൊ ട്രിവാൻഡ്രത്ത് വെച്ച ഒരു കേസ്. അതൊരു ലേഡി, അവർക്ക് ഇവിടെ എപ്പോഴും ഈ മുതുകത്ത് ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഭയങ്കരമായ പെയിൻ ആണ്, സിവിയർ പെയിൻ ആണ്. അപ്പൊ എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ ഒരു വളരെ ഇതായിട്ടുള്ളൊരു സ്പിരിച്വൽ മാസ്റ്റർ, അത്രയും അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്റർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹം ഉടൻ പറഞ്ഞു, ഇത് പ്രീവിയസ് ബർത്തിൽ യു ആർ സ്റ്റാബ്ഡ് ബൈ യുവർ ഹസ്ബൻഡ്. അപ്പൊ അതിന്റെ പെയിൻ ആണ്. അപ്പൊ അത് ഫിസിക്കൽ ബോഡിയിലല്ല, അത് ശരിക്കും ഇമ്മേഴ്സ്ഡ് ടു ദാറ്റ് മെന്റൽ ബോഡി. അതാണ് ഓറയ്ക്കകത്ത് വന്ന് അത് മാറില്ല, നമ്മൾ എന്ത് ചെയ്താലും മാറില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുപോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരുടെ പഴയ ജന്മത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു കർമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് പറയുന്നത് ഞാൻ ആ സമയത്ത് തന്നെ മാസ്റ്റേഴ്സായിട്ടും മറ്റുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അനുഭവിച്ച് തീർക്കാനുള്ളതാ, മനസ്സിലായോ? ഇത് അനുഭവിച്ചേ തീർക്കാൻ പറ്റൂ, ഇതിന് ഒരു റെമഡിയും ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അല്ല, ഞാൻ ഒരുപാട് കേസുകൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്.
ഈ തെറാപ്പി കൂടെ ഞാൻ കൊണ്ടുപോയി, ഞാൻ ഇവരെ പഴയ ജന്മത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ജന്മമല്ല, 2, 3 ജന്മം വരെ കൊണ്ടുപോയി. പിന്നെ തിരിച്ചു വന്ന് ഞാൻ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചോദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഉത്തരം ഇതാണ്. ഇത് ഇവരെ അനുഭവിച്ച് തീർക്കണം. കാരണം ഇവർ അതുപോലത്തെ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു ലേഡി വന്നു ഒരിക്കൽ, അവർ സാധാരണ ഇതൊക്കെ എടുത്ത് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവർ വളരെ സ്വാത്വികമായിട്ടുള്ള ജീവിതമാണ് ഇവർ ജീവിക്കുന്നത്. യാതൊരു ആൾക്കൊരു ഉപദ്രവമില്ലാത്തൊരു ലേഡി. അത് കഴിഞ്ഞ് അതിൻ്റെ പഴയ ജന്മത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ഈ ജന്മത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം പിന്നെ നമുക്ക് ആ പഴയ ജന്മം നോക്കിയേ പറ്റുള്ളൂ. നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ കിട്ടുന്നത് തന്നെ ഇവരൊരു വരമ്പത്ത് നിൽക്കുന്നതാണ്, പാടത്ത്. ഇവരുടെ തന്നെ പാടാണ്. അവിടെ ഇവർ ചെയ്യുന്നത് തന്നെ പണിക്കാർ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു ഈ ലേഡി. മനസ്സിലായോ? അങ്ങനെയുള്ള അട്രോസിറ്റീസ് ഇവർ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ ജന്മത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എപ്പോഴും ഓരോ ശരീരവേദനകളും മറ്റുള്ളതൊക്കെ ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അതിൻ്റെ കാരണമാണ് നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ ഇവരുടെ കയ്യിലിരിപ്പ് ഇതാ. അപ്പോഴും ഇവരെ കൊണ്ട് ഞാൻ മാസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ചോദിച്ചു. എന്നോട് മാസ്റ്റർ ചോദിച്ച ചോദ്യം, ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെ എങ്ങനെ നിങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവന്നു? ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം അർഹതയില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മൾ ആദ്യമേ പഠിപ്പിച്ചിട്ടുള്ള വളരെ വാല്യുബിൾ ആയ ഒരു പോയിന്റാണ്. കാരണം ഈ കാർമിക് ഹീലേഴ്സ് യഥാർത്ഥത്തിൽ കർമ്മയെ തൊട്ട് കളിക്കരുതെന്ന് പറയും. തൊട്ട് കളിക്കാൻ പാടില്ല. കാരണം എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഇവര് അനുഭവിച്ചു തീർക്കണം ഈ ജന്മത്തില്. അത് കാരണം അവരുടെ വഴിക്ക് വിടാം. സൂര്യകാരടി തിരുമേനിയുടെ തന്നെ കഥ അറിയാമല്ലോ. അദ്ദേഹം ഇതുപോലെ ആ ഗന്ധർവബാധ ഒഴിക്കാൻ പോയി കർമ്മയിലെ തൊട്ട് കളിച്ചാണ് അദ്ദേഹം അവസാനം ഏത് അവസ്ഥ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് അവർ അനുഭവിച്ച് തീർക്കണം. ഇതിൽ കയറി ചുമ്മാ കയറി ഒന്നിനും നിൽക്കരുത്. അവരുടെ പാടായി, അവരുടെ വഴിയായി. ഇങ്ങനെയാണ് ഉത്തരം തരുന്നത്. അവരുടെ വഴിക്ക് അവർ പോട്ടെ. നോട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കേസ് നമ്മളിൽ വന്നാൽ നമ്മളൊരു പ്രയർ വയ്ക്കുക, നമ്മള് ഇതാക്കുക. പക്ഷെ നമുക്ക് അല്ല, നമുക്കുള്ള പ്രശ്നം വെച്ചാൽ ഈഗോ ഉണ്ട്. കാരണം ഞാൻ എടുത്ത കേസാണ്, ഞാൻ ശരിയാക്കും. അന്നത്തോടുകൂടെ എന്റെ ഈഗോ പോയി. അതെ, ഞാൻ അന്നത്തോടുകൂടെ ഇങ്ങനെ വരുന്ന കേസുകൾ ഞാൻ മാസ്റ്റേഴ്സിന്റെ അടുത്ത് പോലും കൊണ്ടുപോകാറില്ല. കാരണം എനിക്ക് പണി കിട്ടും. ഈ പല ആൾക്കാരോട് ചോദിച്ചിട്ട് ഹീലിംഗ് ഇപ്പൊ ഉണ്ടോ, ചെയ്യുന്നുണ്ടോ? കാരണം ഞാനത് സ്റ്റോപ്പ് ചെയ്തു ആക്ച്വലി, ടു ബി ഫ്രാങ്ക്. രണ്ട് കാരണം നമ്മുടെ ഈ പറഞ്ഞ നെക്സ്റ്റ് കർമ്മ സൈക്കിളിൽ വീണ്ടും ഇവിടെ തന്നെ വരും. അത് വേറൊരു കാര്യം. ഈ വട്ടത്തിനകത്ത് തന്നെ കിടക്കുന്നത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കളയുക. ഞാൻ ഒരുപാട് കാലം കൂടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാൾക്ക് ഹീൽ ചെയ്യേണ്ടി വന്നു. അതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. അവനോട് പറഞ്ഞു ഈ പീരീഡ്സിൻ്റെ ആണെന്ന് തോന്നുന്നു, ഭയങ്കര കാലുവേനയും നടുവേനയും വയറുവേനയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അബദ്ധത്തിന് പറഞ്ഞു പോയി ഞാൻ ഹീൽ ചെയ്യാവുന്നു. എനിക്ക് 1 മിനിറ്റ് മതി, അല്ലെ 2 മിനിറ്റ്, അതിൻ്റെ കൂടെ എനിക്ക് ഹീലിംഗ് നടക്കും. കാരണം ഞാൻ സൈക്കിക് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സൈക്കിക് മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഹീലിംഗ് നടക്കും. ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരുപാട് കാലം കൊണ്ട് ഞാനിത് പഠിച്ചതിന് ശേഷം ഞാൻ ഹീലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ചെയ്യാറില്ല. കാരണം സാറ് ഈ പറഞ്ഞ കർമ്മ മനസ്സിലായോ, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് എനിക്ക് തിരിച്ചു വരും, ഉറപ്പാണ്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എനിക്ക് കിട്ടും. ആ ലേഡിയെ കൊണ്ടുപോയി ഞാൻ കഥ പറഞ്ഞില്ല, ആ ലേഡിയെ കൊണ്ടുപോയിട്ടുള്ള പ്രശ്നം എനിക്കറിയാം. പിന്നെ ഞാൻ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസ്റ്റേഴ്സും ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കട്ടാക്കും. അപ്പൊ എനിക്ക് കിട്ടുന്ന ആ ഒരു ഇതങ്ങ് പോവും. മനസ്സിലായോ? അപ്പോൾ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരാളെ പുറകിലേക്ക് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോയി അയാൾക്ക് മാസ്റ്റേഴ്സിനെ കാണണം. കൊണ്ടുപോയി അദ്ദേഹം മാസ്റ്റേഴ്സിനെ കണ്ടു. ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഞാൻ എന്തിനാ ജനിച്ചേ, എൻ്റെ ജന്മോദ്ദേശം എന്താണ്? അവര് പുറങ്ങാനും മടക്കി അടിക്കാണ്ടിരുന്നത് ഭാഗ്യം. അവരെന്നോടാണ് ഉത്തരം പറഞ്ഞത്, ഇത്തരം ആളുകളെ നീ കൊണ്ടുവരരുത്, അവരവരുടെ ലോകത്തിൽ ജീവിക്കട്ടെ. മനസ്സിലായോ? ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിനെ വിളിച്ച് ഇയാളെ കൊണ്ടുപോയതാ, എനിക്കുള്ള പണി തന്നെ കിട്ടി. അപ്പൊ ഇതുപോലെ നമുക്ക് എപ്പോൾ എവിടുന്ന് പണിഷ്മെന്റ് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ മാസ്റ്റേഴ്സ് എന്നോട് പിന്നെയും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരെ കൊണ്ടുപോയാലും അവർ ഇത് ചെയ്യുന്നുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, സംസാരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങൾ വരുന്ന സാറ് പറഞ്ഞ ഈ കർമ്മയിൽ പെടുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ ജന്മത്തിലോ ഇവരേത് ജന്മത്തിലാണെങ്കിലും ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പാദ്യം
അതും കൊണ്ട് ഈ ജന്മത്തിൽ വന്ന് അവരത് അനുഭവിച്ച് തീർക്കാൻ നമ്മള് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം തന്നു. അവരുടെ കർമ്മഫലം അത് അവർ അനുഭവിച്ച് തീർക്കണം, അതിനെ ഏറ്റെടുക്കണ്ട, കൃത്യമായിട്ട് പറഞ്ഞു. അതെല്ലാ ഹീലേഴ്സിനും സാറ് പറഞ്ഞോണം ബാധകമാണ്. അതാണ് ഈ ഹീലേഴ്സ് നമ്മുടെ പഴയ ഇതെല്ലാം വായിക്കും കൂടെ വേണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു ലേഡിക്ക് ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഹീലിംഗ് നടത്തിയത്. പക്ഷെ എനിക്കത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെറുതെ വേണ്ടായിരുന്നു, വെറുതെ ആവശ്യമില്ലാത്തത് ഞാൻ വിളിച്ചു വരും. എന്തിനാ അത് ചെയ്യാം? നമുക്കൊരു എന്തായിട്ടാണ് ഒരു നമ്മുടെ ഇതിലൊരു വിരാട് ഭാവം എന്ന് പറയും. അതായത് നമ്മുടെ ശൂന്യമായിരുന്നുകൊണ്ട്, ശുദ്ധശൂന്യമായിരുന്നുകൊണ്ട് നമ്മുടെ ഈഗോ സറണ്ടർ ചെയ്തിട്ട് ജസ്റ്റ് ചാനലൈസ് ചെയ്യുക. സാറേ ചാനലൈസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ സിൽവ മെഡിറ്റേഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഒരു രീതി പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ യൂണിവേഴ്സൽ എനർജി വിളിച്ചു വരുത്തി നമ്മുടെ ഹാർട്ടിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് കൈകളിലേക്കൂടെയും ആർക്കാണെങ്കിൽ അവർക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഹീലിംഗ് തന്നെയാണത്. അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ ഞാൻ ആവശ്യമില്ലാതെ അവരുടെ കർമ്മം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക എന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ നിലയ്ക്ക് ചെയ്യാറില്ല. അപ്പം എൻ്റെ വൈഫിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വല്ലതൊക്കെ വേണ്ടിയൊന്നും ഞാൻ ചെയ്യും. അവർക്ക് എന്ത് കർമ്മയില്ലാന്ന് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. മറ്റുള്ളത് ഞാൻ ചെയ്യില്ല. ഞാൻ ഈ ഹീലിംഗ് എന്നൊരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. ഈ റേക്കി പഠിച്ചാണ് ഞാൻ, പ്രാണി ഹീലിംഗ് പഠിച്ചതാണ്, എനർജി ഹീലിംഗ് പഠിച്ചതാണ്, സകലമായ ഹീലിങ്ങുകളും അറിയാം. പക്ഷെ ഞാൻ ചെയ്യാറില്ലാത്തത് കൊണ്ടാണ്. വെറുതെ ആവശ്യമില്ലാത്തതിന് പോയിട്ട് വെറുതെ അവരുടെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക്. നമഃ ശിവായ. അപ്പൊ ഈ ഒരുപാട് ഹീലിംഗ് ടെക്നിക്സിൽ സിൽവ മെഡിറ്റേഷൻ അല്ലേ, അതാണ് കൂടുതൽ. അതെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ മറ്റൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അപ്പൊ അതിനുള്ള ടൂൾസ് എന്തൊക്കെയാണ് അതിനുള്ള? സിൽവ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് സിൽവ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ 1900 സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. പുള്ളി ഒരു ലേമാൻ ആയിരുന്നു, സാധാരണക്കാരനായിരുന്നു. പുള്ളി അത് വർക്ക് ചെയ്ത് ഓരോ രീതികൾ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് പുള്ളിയുടെ മക്കളുടെ മേലെ ആദ്യമേ ട്രൈ ചെയ്തു. അപ്പോൾ ഇറ്റ്സ് വർക്കിംഗ് വെരി ഫാന്റാസ്റ്റിക്. അതുകൊണ്ട് പുള്ളി മറ്റുള്ളവർക്കും ഹീലിംഗ് കൊടുക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ അതൊരു സിൽവ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി തന്നെ ഉണ്ട്, ഇപ്പോൾ അമേരിക്കൻ സൊസൈറ്റി. അവിടെ നിന്നാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുന്ന ആ മെത്തേഡ് നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ പറ്റില്ല, പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താണെങ്കിൽ അവർ 15 മിനിറ്റ് വെച്ച് 3 പ്രാവശ്യം ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറയുന്നു. മനസ്സിലായി? അങ്ങനെ 90 ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കഴിവ് കിട്ടുക എന്ന് പറയുന്നു. ഞാനിത് പഠിച്ചു വന്നപ്പോൾ ഈ 15 മിനിറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നെക്സ്റ്റ് ഈ 90 ഡേയ്സ് കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ വന്നില്ല. അപ്പോൾ മെഡിറ്റേഷൻ പഠിച്ചു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിൽ, എനിക്കറിയാം ഒരുപാട് മെഡിറ്റേഷൻസും മെത്തേഡുകളും മറ്റുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിനെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഒറ്റ പാക്കേജ് ആക്കിയിട്ട് ഞാൻ സിൽവ മെഡിറ്റേഷൻ എന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ യൂണിവേഴ്സൽ മെഡിറ്റേഷൻ. കാരണം ഇതിനകത്ത് NLP ഉണ്ട്, സൈക്കിക് ഉണ്ട്, ഹിപ്നോസിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ പാക്കേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ബെനിഫിറ്റ് ഇസ് ദാറ്റ് സാർ ഇന്ന് വരെ കേൾക്കാത്തൊരു സംഭവം, യു ജസ്റ്റ് start counting 5 to 0. You will go to the deepest level of meditation. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേഷ്ഠമായിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളില്ലാത്ത അവസ്ഥ, നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് അലിഞ്ഞു ചേരുന്ന അവസ്ഥ, അതാണ് മെഡിറ്റേഷൻ. ദാറ്റ്സ് വാട്ട് ഐ ആം ഗിവിംഗ് വിതിൻ 5 seconds. 5 to 0. സ്റ്റാർട്ട് കൗണ്ടിങ് 5 to 0. 5 4 3 2 1 വിജയം. നിങ്ങളത് പറയാൻ നിങ്ങൾക്ക് ഇതുണ്ടാവില്ല. നിങ്ങൾ പോയി ഡീപ്പ് മെഡിറ്റേഷനിൽ പോയി, മനസ്സിലായോ? അതാണ് കൊടുക്കുന്നത്. ശ്രീബുദ്ധൻ തന്നെ പറഞ്ഞത് ഫസ്റ്റ് ഡേ ഒറ്റ ദിവസമേ ക്ലാസ് ഉള്ളൂ. അന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് അവരിത് ഫുള്ള് പ്രാക്ടീസ് വരെ കഴിഞ്ഞിരിക്കും. മനസ്സിലായോ? 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴേക്കും ക്ലാസ് അവസാനിക്കും. അതിനകത്ത് കൂടുതലും പ്രാക്ടിക്കലാണ്, അല്ലാതെ ചുമ്മാ കുറേ തിയറി പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല അതിനകത്ത്. ശ്രീബുദ്ധൻ പറഞ്ഞത് എങ്ങനെയാണ്, മെഡിറ്റേഷൻ്റെ ലെവൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ പുറത്തു നിന്നും കേൾക്കുന്ന ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് ലെവല്.
അത് സാറ് അങ്ങനെ ആ ഇരിപ്പ് ഇരുന്നുണ്ടെങ്കിൽ സാർ 2-3 മണിക്കൂർ ഇരുന്നാലും സാറിന് അത്രയ്ക്കുള്ള ശ്രദ്ധ കിട്ടുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളും, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, നിങ്ങളുടെ പൾസ് റേറ്റ് എല്ലാം നിങ്ങൾ എല്ലാം അറിയണം. തേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതായിട്ട്. ഫോർത്ത് എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. ഈ 4 കഴിഞ്ഞ് വരുമ്പോഴേക്കും മിക്കവാറും മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല. 5ാമത്തെ ലെവലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നിങ്ങളില്ലാതാവുക. നിങ്ങളില്ലായി, പ്രപഞ്ചവും നിങ്ങളുമായിട്ട് അലിഞ്ഞിരിക്കുക. ആ അവസ്ഥ ഞാൻ കൊടുക്കുന്ന മെഡിറ്റേഷൻ അതാണ്. നിങ്ങളില്ലാത്ത അവസ്ഥ, നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് അലിഞ്ഞു ചേരുന്ന അവസ്ഥ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഡാർക്ക്നെസ്. അവിടെ നിങ്ങളില്ല, നിങ്ങൾക്ക് സമയമില്ല, കാലമില്ല, ഇന്നലെയില്ല, നാളെയില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യമേ പറയും, അലാറം വെച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. സാർ പല രീതിയിലാണ് അത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം NLP ഉപയോഗിക്കുന്നുണ്ട്, ഹിപ്നോസിസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവരിതൊന്നും അറിയണ്ട, ഇവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവരെന്താണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും ഇവരറിയണ്ട. എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യത എന്ന് വെച്ചാൽ അവർ പോലും ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ അവരെ എത്തിക്കും. ആൻഡ് ഐ ആം ഡൂയിങ് ഇറ്റ് എവറി ഡേ. ഈവൻ ടുഡേ ഐ ഡിഡ് ഇറ്റ്. കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല. കാരണം സൈക്കിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. പക്ഷേ കൊടുത്തു കഴിയുമ്പോൾ അപ്പോഴേക്കും എല്ലാവർക്കും കിട്ടിയതിൻ്റെ ആ സന്തോഷം നമ്മൾ കാണുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും ഐ ഗോട്ട് മോർ ദാൻ 9,000 സ്റ്റുഡൻസ്. 1-2 അല്ല, 9,000-ന് മേലെ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. എല്ലാ രീതിയിലും ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത്. ഇവരെല്ലാം ഹാപ്പി ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം കൂടെ പറയാം. ചിലർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരും, നമ്മളെ അറിവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി. ഇവർ പഠിക്കാൻ വരുന്നവരല്ല, മനസ്സിലായോ? നിങ്ങൾ പൂർണ്ണ മനസ്സിൽ, തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ടെലിപ്പതി, ടെലികൈനസിസ്, അതിൻ്റെ കൂട്ടത്തിൽ ക്ലെയർവോയൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടാറുണ്ട്. ഇതിനകത്ത് ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻഡ്യൂഷനാണ്. അത് 100% ഉറപ്പാണ്. നിങ്ങൾ ഈ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരാൻ തുടങ്ങും. അതെല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് ആദ്യത്തെ ഒരു ഇത്. പിന്നെ ഈ ചോദ്യം ചെയ്യൽ വന്ന് അവർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 8 ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടേക്ക് ഉയർന്നു പോകണം, മാനത്തേക്ക് ഉയർന്നു പോകണം, അതാണ് മെഡിറ്റേഷൻ. പിന്നെ പല സാധനങ്ങളും ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വരണം. ഈസ് ഇറ്റ് എ മെഡിറ്റേഷൻ? ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല അത്. ഞാൻ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഉയർത്താനായിട്ട് ഞാനിത് മാജിക്കല്ല പഠിപ്പിക്കുന്നത് ഇവിടെ. ഐ കാൻ ഡു ദാറ്റ്. സാറിന് പറ്റുമോ ഒരാളെ ഭൂമിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പോകും? പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞാൽ അത് വലിയ മുനിമാരും യോഗിമാരൊക്കെ പണ്ടത്തെ കാലത്ത് ചെയ്തിട്ടുള്ളതാണ് സാറ് പറയുന്നത്. അത് നടക്കില്ല ഇന്നത്തെ കാലത്ത്, മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് മെഡിറ്റേഷനാണ്, അല്ലാതെ മാജിക് അല്ല. അപ്പം ആ ചിന്ത വെച്ച് വന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല ക്ലാസ്. അതല്ല, നിങ്ങളൊരു ഓപ്പൺ മൈൻഡിൽ അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ 5 to 0 നിങ്ങൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യും. It's my guarantee. 100% guarantee. It's working. Okay.